നേരത്തെ പറഞ്ഞ ചോദ്യങ്ങൾക്കും കാര്യങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോയി നടപ്പിലാക്കുക. അതാണ് അദ്ദേഹത്തിൻ്റെ അതിന് സമയവും കാലവും വളരെ വൈകുന്നൊന്നുമില്ല. ആ ഒരു ആക്റ്റീവ്നെസ് ആണ് ഞങ്ങൾക്ക് ഡിസ്ട്രിക്റ്റിന് താല്പര്യം. താങ്ക്ഫുൾ എനിക്ക് ഇങ്ങനൊരു ബ്രദർ നമ്മളെപ്പോഴും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരുമിച്ച് പ്രവർത്തിക്കാൻ വലിയൊരു സന്തോഷമുണ്ട്. താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട് ആസ് എ സ്റ്റേറ്റ്. ഇന്ന് ജോളി മാത്യുവിന്റെ അവിടെ ചില പേപ്പർ ബാഗ് ഉയരെ ക്വാളിറ്റിയുടെ പേപ്പർ ബാഗ്സിന്റെ എക്കോ ഫ്രണ്ട്ലി പേപ്പർ ബാഗ്സിന്റെ ഒരു സ്കിൽ സെന്റർ, ഏകദേശം 8ഓളം സ്കിൽ സെന്റേഴ്സും ഇത് ഒരു പ്രത്യേകതയാണ്. ഇന്നുവരെയും ഒരു ക്ലബുകളും ഇങ്ങനൊരു സ്കിൽ സെന്റേഴ്സ് തുടങ്ങി ആദ്യ കാലങ്ങളിൽ തയ്യൽ കൃഷി വെച്ചുകൊണ്ട് യൂണിറ്റ് തുടങ്ങിയിട്ടുള്ളൂ. ഇനി വരാൻ പോകുന്നത് അത് എനിക്ക് പ്രത്യേകം പ്രോഗ്രാം കോർഡിനേറ്ററായ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ്. അതിൻ്റെ എല്ലാ താല്പര്യത്തോടും മുന്നോട്ട് പോകുന്നത് വളരെ വളരെ ഭംഗിയായ രീതിയിൽ എനിക്ക് മനസ്സിലായത് ഒരു പേപ്പർ ബാഗ് ഒരാൾക്കല്ല ഒരു കുടുംബത്തിൽ ഒരുമിച്ചിരുന്ന് ഉണ്ടാക്കാൻ സാധിക്കുന്നു, പല കൈകൾ ഒരുമിച്ച് ചേർന്ന് ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതിലാ മാഡം പറഞ്ഞത് വെറും TV സീരിയലിൽ കണ്ടാലും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അത്ര ചെറിയ കാര്യമാണെന്നുള്ളത് അത്രയും സുലഭമായിട്ടും അത്ര നന്നായിട്ടുമാണ് ജോലി മെച്ചവരെ നമ്മളോട് പറയും. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ മറ്റുള്ള ക്ലബുകളിലും പറഞ്ഞു മാഡത്തിനും അവരുടെ ഈ ഒരു പ്രയത്നത്തിന് തീർച്ചയായിട്ടും നമ്മളൊരു റോട്ടറിയുടെ ഒരു സഹായം ഉണ്ടാകുമെന്ന് എനിക്ക് പറയാനാണ്. അധികം നീട്ടുന്നില്ല. നമ്മളെപ്പോഴും പറയും നമുക്കൊരു നമ്മുടെ റോട്ടറിയിൽ 7 ഏരിയാസ് ഓഫ് ഫോക്കസ് വരുമ്പോഴത്തേക്ക് ആദ്യം പറയുന്നത് പീസ് കോൺഫ്ലിക്റ്റിനെ കുറിച്ച് പറയാം. സമാധാനം ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് സമാധാനമുണ്ട്, ഉണ്ടോയെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെയുള്ളൊരു ചോദ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഞാൻ ഈയിടയ്ക്ക് പീസ് കോൺഫറൻസ് ഒരു സമയത്ത് ബാംഗ്ലൂർ പങ്കെടുക്കുന്നുണ്ടായി. അവിടെ പങ്കെടുത്തപ്പോൾ അതിലൊരു സ്പീക്കറായിട്ട് വന്നൊരു വ്യക്തി പറഞ്ഞാൽ 3 വർഷം കൃത്യമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഗ്രാമി അവാർഡ് ലഭിച്ച വ്യക്തി, മ്യൂസീഷ്യനും എൻവയൺമെന്റിസ്റ്റുമായ റിക്കി ജെയ്ഷ് എന്ന വ്യക്തിയെ പരിചയം. പുള്ളിയുടെ ഉദ്ദേശം തന്നെ പുള്ളി എല്ലാ രാജ്യങ്ങളിലും പോയി ഒരു മ്യൂസിക് കൺസേർട്ട് നടത്തി കിട്ടുന്ന ശേഖരിക്കുന്ന പണം ഇതുപോലെ ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കും. അത് ഇപ്പോൾ റോട്ടറിക്ക് വേണ്ടിയാണ് ചാരിറ്റി. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ റോട്ടറി ഫൗണ്ടേഷൻ ചെയ്യുന്ന വളരെ ട്രാൻസ്പാരന്റ് ആയ കാര്യമാണ് മനസ്സിലാക്കിയ വിഷയം. അദ്ദേഹം സംസാരിച്ചത് എനിക്ക് തോന്നിച്ചത് ഞാൻ ഒരു രാജ്യം, അതായത് സെൻട്രൽ പസഫിക് ഓഷൻ ഭാഗമായി ഒരു കിരിബാത്തി എന്ന് പറയുന്ന രാജ്യം നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാൻ സാധിക്കും. ഏകദേശം 33 ഐലൻഡ്സ് ഉണ്ട്, ലോ ലൈൻ. അത് ഈ ഒരു 6-7 വർഷം കഴിഞ്ഞാൽ ആ രാജ്യം ഒഴിയും. അദ്ദേഹം പറഞ്ഞത് അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെയുള്ള പ്രായമാറിയ ആൾക്കാരെ പോകുന്നത് വിഷമത്തോട് പറയാണ്, സാർ ഇത്ര വർഷം ഞങ്ങളിവിടെ ജീവിച്ചു, ഞങ്ങളുടെ എല്ലാ ഉണ്ടാക്കിയതെല്ലാം നമ്മുടെ വീടുകളിലെല്ലാം ഒരു നിമിഷം കൂടുതൽ പോയി, ഞങ്ങൾ ഇവിടെ പോകുന്നു നമുക്കറിയാം. സുഹൃത്തുക്കൾ, നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഓരോരുത്തരും അക്കാര്യത്തിൽ നമ്മൾ വളരെ ഭാഗ്യമുള്ളവർ. അവിടെ അവർക്ക് സമാധാനമില്ല. നമ്മുടെ രാജ്യത്ത് നമ്മുടെ സമാധാനമില്ലായ്മ എന്നാണ്. നമ്മൾക്ക് ഒരു വർഷം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഇന്ന് സ്ത്രീകളും പെൺകുട്ടികളും അനുഭവിക്കുന്ന അബ്യൂസ് അല്ലെങ്കിൽ ഇനിയുള്ള കാര്യങ്ങൾ കൂടിക്കൂടി വന്നു. ഇതിനൊക്കെതിരെ നമ്മൾ ആക്ച്വലി നമ്മുടെ സംഘടന ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. നമുക്കിന്ന് ഡ്രഗ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഓണറബിൾ ഗവർണർ, കേരള ഗവർണർ രാജേന്ദ്രൻ കൃഷ്ണനാഥ് പല്ലേക്കൽ സാറിനെ ഞാൻ അങ്ങേയറ്റം ശ്രമിക്കുക. കാരണം അദ്ദേഹം വന്നുടനെ തന്നെ ചെയ്ത ഒരു കാര്യമാണ് ഈ നമ്മുടെ TV കണ്ട ഒരു മയക്കുമരുന്ന് വേണ്ട. സുഹൃത്തുക്കൾ, ഞാൻ പ്ലാനറ്ററി എന്ന പ്രോജക്റ്റുമായിട്ട് നമ്മുടെ SAP ക്യാമ്പ് ട്രാവലർ ചെന്നപ്പോൾ ഇവിടെ അഡീഷണൽ DGP MR അജിത് കുമാർ IPS സംസാരിച്ചു. അദ്ദേഹം പറയുകയായിരുന്നു, ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചാൽ ഈ ഡ്രഗ്സിനെ കുറിച്ച് നമുക്ക് എങ്ങനെ നമുക്ക് പ്രവർത്തിക്കാം. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചോദിച്ചു നിർത്താൻ സാധിക്കില്ല, അതിനെക്കുറിച്ച് നിർത്താൻ സാധിക്കും.
എന്തുകൊണ്ട് നിർത്താൻ സാധിക്കാത്തത് അത്രയധികം കേരളം നല്ലൊരു മാർക്കറ്റാണ്. കേരളം എനിക്കൊന്ന് നമ്മളെ സംബന്ധിച്ച് എന്തെടുത്ത് നോക്കിയാലും കേരളത്തിൽ വന്നാൽ വിജയിക്കും. അതുപോലെ തന്നെ ഇതും വളരെ നല്ല രീതിയിൽ വിജയിക്കും. ഞാൻ ഇന്നലെ വിചാരിച്ചിരുന്നത് ഈ സിന്തറ്റിക് അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചത് ആക്ച്വലി MBA പോലുള്ള ഈ ഇതെന്ന് പറയുന്നത് ഇന്റർനാഷണലിൽ നിന്ന് വരുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ അത് ഇവിടെ തന്നെ നിർമ്മിക്കുകയാണെന്നുള്ളതാണ് പിന്നെ അറിഞ്ഞ വിവരം. ഇവിടെ തന്നെ നിർമ്മിച്ചുകൊണ്ട് നമ്മുടെ മക്കളിൽ അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരിൽ തന്നെ നല്ല രീതിയിൽ അത് കൊടുത്ത് നമ്മുടെ വരുംകാല ഭാവിയെ നശിപ്പിക്കുന്നതും ഒടുങ്ങിയും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് അതിന്റെ തോത് കുറയ്ക്കാൻ സാധിക്കും. എങ്ങനെ കുറയ്ക്കാൻ സാധിക്കും? നമ്മുടെ മക്കളിലേക്ക് നമ്മുടെ ഒരു കണ്ണ് ഉണ്ടാകും. നമ്മളെപ്പോഴും പറയും, നമ്മുടെ മക്കൾ പറയും, അച്ഛനെ അമ്മയിട്ട് പറഞ്ഞാൽ നമുക്കൊരു സ്പേസ് വേണം. നിങ്ങൾ എപ്പോഴും എല്ലാത്തിനും നമ്മുടെ കാര്യത്തിൽ നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത് തീർച്ചയായിട്ടും കൊടുക്കണം. അവർക്ക് വളർന്നു വരുമ്പോൾ അവർക്കൊരു സ്പേസ് കൊടുക്കണം. ആ സ്പേസ് കൊടുക്കുന്നത് തീർച്ചയായിട്ടും അവർക്ക് അവരുടേതായ കൊടുക്കും. പക്ഷെ എന്നാൽ കൂടി അവർ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സ് അല്ലെങ്കിൽ അവരുടെ കൂട്ടുകെട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ എന്ന് നമ്മൾ ഒരു കണ്ണുകൊണ്ട് വെച്ചു. കാര്യം നാളെ നമുക്കത് വിഷമകരമാകുന്ന രീതിയിൽ പോകാൻ പാടില്ല. നമ്മൾ അത് ചെയ്താൽ നമ്മുടെ വീട്ടുമുറ്റത്ത് ഇത് വരും. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം, ഒറ്റയ്ക്ക് നമ്മൾ ഇതിനെ സമീപിച്ചാൽ നമുക്ക് അതിനെ തിരിച്ചറിയും. ഒരു സമൂഹമായി നമ്മുടെ ഈ ഇന്റർനാഷണൽ ഓർഗനൈസേഷനുമായി നമുക്ക് പ്രവർത്തിച്ചതുകൊണ്ടാണ് ഇതിന്റെ തോത് കുറയ്ക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. നമ്മളതിനെ ഒരു എന്താ പറയുന്നത്, നമ്മളൊരു ഡ്രൈവ് വരുന്ന മാസം നമ്മളതിനെ റോട്ടറി ഡ്രഗ് അവയർനെസ് ഡ്രൈവ് നമ്മൾ റോട്ടറിയെ കുറിച്ച് പോയിട്ട് പറയാനോ ഡിസ്ട്രിക്റ്റിനെ കുറിച്ച് പറയാനോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ പൗരത്വം പ്രതിനിധികൾ, അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഹോസ്പിറ്റലായിക്കോട്ടെ, സ്കൂളായിക്കോട്ടെ, മറ്റുള്ള എല്ലാ NGOs എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടി ഇവരെല്ലാം കൂടെ വരുന്ന ഒരു സമൂഹമാണ്. നമ്മൾക്ക് എല്ലാവർക്കും പരസ്പരം എങ്ങനെ സഹായിക്കാൻ കഴിയും, എങ്ങനെ ഇത് ഒഴിവാക്കാൻ സാധിക്കും. ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആർക്കൊന്നും ചെയ്യാം. പക്ഷെ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ആർക്ക് വേണമെങ്കിൽ ചെയ്യും. ആ തരത്തിലേക്ക് നിങ്ങളും കൂടെ ആന്റി ഡ്രഗ് പ്രോഗ്രാംസ് ചെയ്തു. ആ പ്രോഗ്രാം ഇന്ന് തീരുന്നില്ല. ഇത് ഇനി ഒരു 5-6 വർഷം നമ്മൾ നിരന്തരമായി ചെയ്താൽ മാത്രമേ നമ്മൾ 2021-22 കാലഘട്ടത്തിൽ നമ്മൾ ഇതിന്റെ ഒരു സോഫ്റ്റോക്സ് എന്ന് പറഞ്ഞൊരു മെഷീൻ, അമേരിക്കൻ മെഷീൻ നമ്മൾ കൊണ്ടുവന്നു. ഏകദേശം 10 ലക്ഷം രൂപ വരുന്നത്. അത് പറയുന്നത് സലൈവയിൽ നിന്നും 99% അക്യുറേറ്റ് ആയിട്ട് മയക്കുമരുന്ന് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കും. നമ്മൾ KSRTC നമുക്കൊരു ബസ് നൽകി, നമ്മൾ അതിൽ ബ്രാൻഡ് ചെയ്യും. ഇന്നും ആ ബസ് കേരളത്തിലുടനീളം യാത്ര ചെയ്യും. പക്ഷേ ഇന്ന് ഞങ്ങൾ ഈ വർഷം വീണ്ടും ഒരു മെഷീൻ കൊണ്ടുവരാൻ പോവുകയാണ്. പക്ഷേ ഇന്ന് മനോജ് പ്രഹാൻ സാർ പറയുന്നത്, അന്ന് അവർ ഈ ബസ്സിൽ ഇത് ഉപയോഗിച്ച ആൾക്കാരെ ടെസ്റ്റ് ചെയ്തതിനു ശേഷം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൗൺസിലിംഗ് കൊടുത്തെങ്കിൽ വരും. പക്ഷേ ഈ കൗൺസിലിംഗ് ഒന്നും ചെയ്യാൻ നിരന്തരമായി കൗൺസിലിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. ഇന്നിപ്പോൾ അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമാണ്. ഇവരുടെ തന്നെ ഒരു പ്രത്യേക വണ്ടിയിൽ എക്യുപ്മെന്റ് വെച്ച് ചെയ്തതിനു ശേഷം അപ്പോഴാണ് പണിഷ്മെന്റ് കൊടുക്കും. പണിഷ്മെന്റ് കൊടുത്താൽ മാത്രമേ ആൾക്കാർ പഠിക്കൂ. ആ തരത്തിൽ ഇന്ന് ഒരു യങ്സ്റ്റർ ഒരു ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്ന സ്വന്തമായ ഒരു കമ്പനിയുള്ള ഒരു വ്യക്തി എന്നൊക്കെ പറയുന്നുണ്ടായി. സർ, നമ്മൾ കൊണ്ടുവരാൻ പോകുന്ന പുതിയൊരു കാര്യം എന്ന് പറയുന്നത്, ഇനി ജോബ് വേണമെങ്കിൽ നമ്മൾ വെക്കുന്ന ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ആദ്യം ആന്റി ഡ്രഗ്സിനെതിരെ ഒരു ട്രീറ്റ്മെന്റ് സെൻസ് നമ്മൾ ഈ പറയുന്ന പോലെ അത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നറിയാനുള്ളൊരു കാര്യം ആവശ്യം. അത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ മാത്രം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ആ വ്യക്തി നമ്മൾ ചെയ്യും. ഇതാണ് മാറ്റം. ആ മാറ്റം കൊണ്ടുവരും. ഈ മാറ്റം കൊണ്ടുവന്നാൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടൂ. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ വിചാരിക്കും NDA പോലുള്ള കാര്യങ്ങൾ നമുക്ക് ഈ വലിയ കുടുംബത്തിൽ നല്ല കാശുള്ളവർക്ക് മാത്രമാണ്. ഒരിക്കലും ഞാൻ പാല ക്ലബുമായി ബന്ധപ്പെട്ട് ജിയോയിൽ ചെന്നപ്പോൾ അവർ മര്യാദസദനം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം നിങ്ങളെല്ലാം പോയി കാണും. ഒരു സന്തോഷ് മൻ എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിന്റെ ഭാര്യയുമായിട്ട് മക്കൾ നടത്തുന്നത് ഏകദേശം 462 ഇമേജ്, അതായത്
വഴി ഉപേക്ഷിക്കപ്പെട്ട പെൺകുട്ടികൾ, ആൺകുട്ടികൾ, പ്രായമായ ആൾക്കാർ, അസുഖമുള്ള ആൾക്കാർ, ഇങ്ങനെയുള്ള എല്ലാവർക്കും അവിടെ ഇവര് തന്നെ ബിൽഡിങ്സ് പണിത് അവർക്ക് വേണ്ടുന്ന എല്ലാ സംവിധാനവും ചെയ്തു. ഭക്ഷണം ഉൾപ്പെടെ ഇല്ല, ട്രീറ്റ്മെന്റ് ഉൾപ്പെടെ ഡോക്ടേഴ്സ് അടക്കം നോക്കും. അവരുടെ ആ റൂമും അവരുടെ ക്ലീൻനെസ്സിന്റെ ആവാൻ അത്ര നല്ല രീതിയിൽ അദ്ദേഹവുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു, ചോദിക്കായിരുന്നു, ഡോക്ടർ ഇന്റർനാഷണൽ എന്തുകൊണ്ട് ഈ ഡ്രഗ്സ് എന്തെങ്കിലും ചെയ്തുകൂടാ, സേ നോ ടു ഡ്രഗ്സ്, വെറുതെ നോ ടു ഡ്രഗ്സ് ഞാൻ ഈ പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. ഇത് ഇത്രയും പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു 1.5 വയസ്സുള്ള ഒരു നല്ലൊരു കൊച്ചിനെ എടുത്തുകൊണ്ട് അദ്ദേഹം ഈ ഇടയ്ക്ക് 35 വയസ്സുള്ള ഒരു ആവറേജ് ഫാമിലി ഒരു സ്ത്രീയെ ഒരു ട്രാക്ക് ചെയ്യും. ഇതിന്റെ കാരിയർ ആയതിനു ശേഷം എന്ത് വെച്ചു, അവരുടെ കുടുംബം ആരും തിരിഞ്ഞു നോക്കാതെ അവസാനം ഈ കാരിയർ ആ സ്ത്രീയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോഴത്തേക്കും വീണ്ടും ആ സ്ത്രീക്ക് MDMA കൊടുത്ത് ഇന്ന് ആ സ്ത്രീ വയലിൽ പോയി. ഇന്ന് അതായത് സെല്ലിലാണ് അടയ്ക്കപ്പെട്ട രീതിയിലാണ്. അദ്ദേഹത്തിന്റെ ഭർത്താവ് അവരുടെ വിഷമത്തോടുകൂടി ശുശ്രൂഷിക്കുകയും ചെയ്യുക. ഈ കുട്ടിയെ നോക്കാൻ ആരും, ആ കൊച്ചിനെ ഈ നല്ല വ്യക്തി ദത്തെടുത്ത് ഇത് പറഞ്ഞ് തീർന്നു കഴിയുമ്പോഴേക്കും 2 പെൺമക്കൾ വീണ്ടും 2, 3, 4 കുട്ടികൾ പല അവസ്ഥയും. സ്വന്തം നമ്മുടെ ചുറ്റും നടക്കുന്നത് വളരെ ഭയാനകമായ കാര്യം. നമ്മൾ പോലും ചിന്തിക്കാത്ത രീതിയിലാണ് നടക്കുന്നത്. ഞാൻ യാത്ര ചെയ്യുന്നതിൻ്റെ ഡ്രൈവറോട് ഞാൻ പറയും, നമ്മൾ തെറ്റ് കണ്ടാൽ ശ്രമം ചോദിക്കണം, മറ്റുള്ളവരെന്തെങ്കിലും ഇങ്ങോട്ട് തെറ്റിയാൽ ശ്രമം ചോദിക്കണം. ഏത് അവസ്ഥയിലാണ് ഈ വണ്ടിയിൽ വന്ന് ഇരിക്കുന്ന ആൾ എങ്ങനെയാണ് നമുക്ക് അറിയുന്നത്. നമ്മുടെ പോലീസ് ക്യാമ്പിൽ ചെന്നപ്പോൾ പോലീസുകാർ പറയുകയാണ്, സാർ ഇത് നമ്മളെപ്പോഴും പറയുന്നത് ഗവൺമെന്റിന് മാത്രമല്ല വെച്ചാൽ നമ്മളെപ്പോഴും ഗവൺമെന്റ് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഒരു നേഷൻ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് ഗവൺമെന്റ് നമ്മൾ എല്ലാവരും വെച്ചാൽ അതിന് നമുക്ക് ഡോക്ടറേറ്റ് വലിയൊരു പങ്ക്. അതുകൊണ്ടാണ് നമ്മൾ ഈ ചെയ്യുന്ന പ്രോജക്റ്റുകളെല്ലാം അത്രയധികം അവർ നമ്മൾ സപ്പോർട്ട് ചെയ്യും. വലിയ സപ്പോർട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരോടൊപ്പം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ തരത്തിലേക്ക് നമുക്ക് ഇറങ്ങി പ്രവർത്തിച്ചില്ലെങ്കിൽ ദൈവം സഹായിക്കുന്ന ഒരു നാളെ നമ്മുടെ വീട്ടിൽ ഈ ഡ്രഗ്സ് വന്ന് പല രൂപത്തിലും പല ഭാവത്തിലും വരരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. നമ്മൾ എല്ലാവരും ഒരുമിച്ച് അതിനെതിരെ പ്രവർത്തിക്കണം എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഈ ക്ലബിന് എല്ലാവരും ഐശ്വര്യമുണ്ടാവട്ടെ. കൂടുതൽ ഈ വർഷം ഒരു മെമ്പറിനെ ആഡ് ചെയ്ത് കുഴപ്പമില്ല, പക്ഷെ വരുന്ന വർഷം കൂടുതൽ അരുണാടിൻ്റെ പിരീഡിൽ കുറേ നല്ല റോട്ടറി പ്രവർത്തനങ്ങളും ചെയ്ത് ഒട്ടനവധി നിങ്ങൾക്കൊരു ചലഞ്ചായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ ഉണ്ടോ ആ ചലഞ്ചുകൾ ഏറ്റെടുത്ത് സമൂഹത്തിൽ ഒരു കൈത്താങ്ങായി വരാൻ സാധിക്കുന്നത് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ഈശ്വര